Dear students, good morning. Myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT, Adur. Today we are going to discuss the topic supply chain macro processes in a firm and what are the strategies for achieving a strategic fit in supply chain management. And this is from the subject supply chain and logistics management in S7 Mechanical. So going into the topic, on my last class we have discussed the two processes in a firm, that is cyclic process and push-pull process. So here we are going to discuss what are the supply chain macro processes in a firm. So supply chain macro processes in a firm എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫേമിൽ ഒരു കമ്പനിയിൽ നമ്മൾ വളരെ മൈന്യൂട്ട് ലെവലിൽ നോക്കുന്ന പ്രോസസ്സസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സസ്സാണ് നമ്മൾ ഇവിടെ സ്റ്റഡി ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ലെവലിൽ, ആൻഡ് സെക്കൻഡ് വൺ ഇൻറ്റേർണൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ആൻഡ് ദ തേർഡ് വൺ supplier relationship management, SRM. So first one, customer relationship management, that is CRM. ആ ഒരു ലെവലിലുള്ള കാര്യം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദാറ്റ് ഓൾ ദ പ്രോസസ് ദാറ്റ് ഫോക്കസ് ഓൺ ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ഫേം ആൻഡ് ദ കസ്റ്റമേഴ്സ്. ഒരു കമ്പനിയും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഒരു ഇൻഡസ്ട്രിയും അതിൻ്റെ കസ്റ്റമേഴ്സ്, അതിൻ്റെ യൂസേഴ്സ്, അതിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആരൊക്കെയാണോ അത് തമ്മിലുള്ള ഇൻ്റർഫേസ് ആണ് ഈ പറഞ്ഞ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ ക്രോസ് ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ഇൻറ്റേർണൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ദാറ്റ് ഈസ് ISCM. ഇൻ ദാറ്റ് ഓൾ ദ പ്രോസസ്സസ് ദാറ്റ് ആർ ഇൻറ്റേർണൽ ടു ദ ഫേം, ഒരു കമ്പനിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ളത് വെച്ചിട്ട് റിലേഷൻ ചെയ്യുന്നത്. ആൻഡ് the last one, that is supplier relationship management, that is all the process that focus on the interface between firm and the suppliers. In shortly it is called SRM. So going into the first one, that is CRM, customer relationship management. Okay, so customer relationship management, the CRM macro process aims to generate customer demand and facilitate the placement of tracking orders. അതായത് ഇതിൽ നമുക്ക് എത്ര പ്രോഡക്റ്റ് ഉണ്ട്, ഒരു കമ്പനിക്ക് സപ്പോസ് ഒരു 5 പ്രോഡക്റ്റ് ഉണ്ട്. ഈ 5 പ്രോഡക്റ്റിൻ്റെയും ഡിമാൻഡ് ഒരേ ലെവലിലായിരിക്കില്ല, കസ്റ്റമറിൻ്റെ നീഡ് ഒരേ ലെവലിലായിരിക്കത്തില്ല. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ നീഡ് എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രൊഡക്ഷൻ യൂണിറ്റിനെ അറിയിക്കണം. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ CRM ലെവലിൽ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പ്രോസസ് സച്ച് ആസ് മാർക്കറ്റിംഗ്, പ്രൈസിംഗ്, സെയിലിംഗ് ആൻഡ് ഓർഡർ മാനേജ്മെൻറ്റ് ആൻഡ് കോൾ സെൻറ്റർ മാനേജ്മെൻറ്റ്. ആൻഡ് ദ CRM പ്രോസസ് ഇൻക്ലൂഡ് പ്രിപ്പറേഷൻ ഓഫ് കാറ്റലോഗ്സ് ആൻഡ് അതർ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ്, മാനേജ്മെൻറ്റ് ഓഫ് വെബ്സൈറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് കോൾ സെൻറ്റർ ദാറ്റ് ടേക്സ് ഓർഡേഴ്സ് ആൻഡ് പ്രൊവൈഡ്സ് ദ സർവീസസ്. സോ ഈ പറഞ്ഞ CRMലുള്ള ആൾക്കാരാണ്, കസ്റ്റമർ റിലേഷൻഷിപ്പാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. നമുക്ക് എത്ര പ്രോഡക്റ്റ് ഉണ്ടോ അത്രയും പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിങ് ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അവർ തന്നെയാണ്. അവർ വഴിയാണ് നമുക്ക് എത്രയാണ് ഡിമാൻഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ദ സെക്കൻഡ് വൺ, ISCM, ഇൻറ്റേർണൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഇറ്റ് ഇൻ ദിസ് ദ മാക്രോ പ്രോസസ് aims to fulfill the demand generated by the CRM process in a timely manner and at the lowest possible cost. സോ ഈ ISCM എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കസ്റ്റമറിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ആര് വഴി മനസ്സിലാക്കി? CRM വഴി മനസ്സിലാക്കി. അതിനി എന്ത് ചെയ്യണം, ഈ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എത്തിച്ച് ഈ പറഞ്ഞത് അത്രയും ഡിമാൻഡ് കറക്റ്റ് ടൈമിന് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താ ചെയ്യേണ്ടേ, ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ എത്രയാണ് ഡിമാൻഡ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ യൂണിറ്റിനെ കൊണ്ട് അത്രയും പ്രൊഡക്ഷൻ ചെയ്യിപ്പിച്ച് എക്സാക്റ്റ് ടൈമിന് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണം. സോ
This process include the planning of internal production and storage capacity, preparation of demand and supply plans, and fulfillment of the actual orders. So എത്രയാണ് ഓർഡർ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത് നോക്കണം. അതിന് മുന്നേ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ എത്രയുണ്ടെന്നുള്ളത് നോക്കണം. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള റോ മെറ്റീരിയൽസ് എത്രയാണെന്നുള്ളത് നോക്കണം. സപ്ലൈ പ്ലാൻസ്, ഇത് ഏത് ടൈമിന് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കണം. എങ്ങനെ എത്രത്തോളം നമുക്ക് ഫുൾഫിൽമെൻറ്റ് അവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കണം. സോ ISCM process include the planning for the location and the size of warehouses, deciding which products to carry each warehouse, preparing inventory management policies, and picking and packing the shipping and actual orders. So ഈ ISCMൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രോഡക്റ്റ് എവിടെ പ്രൊഡ്യൂസ് ചെയ്യണം, ഏറ്റവും അടുത്ത് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നത് എവിടെയാണോ അതനുസരിച്ചായിരിക്കും നമ്മൾ. പിന്നെ പ്രൊഡക്ഷൻ്റെ കപ്പാസിറ്റി നോക്കണം. ഓരോ പ്ലാന്റിനും ഓരോ കപ്പാസിറ്റി ആയിരിക്കും ഉള്ളത്. സോ ഇതെല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ISCM പ്രോസസ്സിൽ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര റോ മെറ്റീരിയൽസ് വാങ്ങണം എന്നുള്ളതെല്ലാം നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ SRM, സപ്ലയർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. Supplier relationship management macro process aims to generate arrange for and manage supply sources in various goods and services. സോ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തു, ഇത് കസ്റ്റമറിലേക്ക് എത്തിക്കണം. അതാണ് ഈ സപ്ലയർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ എത്തിക്കാൻ നേരത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ളൊരു ഓവറോൾ വ്യൂ ഈ പറഞ്ഞ സപ്ലയറിന് കൊടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഈ സപ്ലയർ ബൾക്കായിട്ട് ഓർഡർ എടുക്കാൻ വരുമ്പോഴത്തേക്കും അവർ വില താഴ്ത്തിയായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വില ഉണ്ടാകും, ആ വിലയ്ക്ക് അത് വിൽക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനു വേണ്ടി നെഗോസിയേഷൻ ചെയ്യണം. ഡെലിവറി ടേംസ് അവർക്ക് ബൾക്കായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂജ് എമൗണ്ട് ചിലപ്പോൾ ചോദിക്കും. നമ്മുടെ കയ്യിൽ 10 ഓർഡർ അതേ സമയത്ത് നിൽക്കുകയായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് നമ്മൾ ഡെലിവറി ടേംസ് അവിടെ നെഗോഷിയേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യണം. സോ ഇതൊക്കെയാണ് SRM ലെവലിൽ ചെയ്യുന്നത്, ദാറ്റ് ഈസ് സപ്ലയർ റിലേഷൻഷിപ്പ് മാനേജ് എന്നുള്ളതിൽ ചെയ്യുന്നത്. ആൻഡ് ഗോയിങ് ഇൻ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഇൻ ദ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വൺ ഈസ് കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജീസ്. Competitive strategies define the set of custom needs a firm seeks to satisfy through the products and services. So ഒരു ഫേമിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ആണുള്ളത്. ഒന്ന് കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി, രണ്ടാമത്തത് സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി. ഈ പറഞ്ഞ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പോണൻറ്റ്, നമ്മുടെ കോമ്പറ്റീറ്റർ ആരാണോ അവരുടെ പ്രോഡക്റ്റും നമ്മുടെ പ്രോഡക്റ്റും തമ്മിൽ എന്തുമാത്രം വെറൈറ്റീസ് ഉണ്ട് എന്നുള്ളതിനെ എല്ലാം ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ മാർക്കറ്റ് പിടിച്ചടക്കാൻ പറ്റും എന്നുള്ളതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജീസ് എന്നുള്ളതിൽ പറയുന്നത്. ഓക്കെ, so Walmart aims to provide high availability of variety of products for a reasonable quality of low prices. That one is the example for competitive strategy. Walmart എന്ന് പറയുന്നത് അമേരിക്കയിലുള്ളൊരു ചെയിൻ ഓഫ് ഹൈപ്പർ മാർക്കറ്റ്സ് ആണ് ഈ പറഞ്ഞ വാൾമാർട്ട് എന്ന് പറയുന്നത്. സോ അവരെന്താ ചെയ്യുന്നത്, അവർ വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്സ് ഏറ്റവും ലോവസ്റ്റ് റീസണബിൾ പ്രൈസിലാണ് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. സോ അവർ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, അവരിനെക്കാട്ടിലും ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഏറ്റവും വെറൈറ്റി ഉള്ള പ്രോഡക്റ്റ്സ് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. സോ ഇതിന് ഒരു എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആമസോൺ തന്നെ എടുക്കാം. ഈ പറഞ്ഞ ആമസോൺ എന്ന് പറയുന്ന ആൾക്കാർ നമുക്ക് പല സമയത്തും പല ഓഫേഴ്സും നമുക്ക് തരാറുണ്ട്. ആ ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ ഏതൊരു സാധനം വാങ്ങിച്ചാലും നമ്മൾ നോക്കുമ്പോഴത്തേക്കും പല കടകളിൽ പോയി വാങ്ങിക്കുന്നതിൽ നിന്ന് ലാഭമായിട്ടാണ് നമുക്കത് തോന്നുന്നത്. സോ ഈ പറഞ്ഞ ആമസോൺ ഇതിനൊരു എക്സാമ്പിളാണ്. അവർ ബാക്കിയുള്ള ഇതുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്തിട്ട് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഡെലിവറി ചെയ്യുന്നുണ്ട്. സോ ഇതിൽ എടുത്തു പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വാല്യൂ ചെയിൻ ഇൻ എ കമ്പനി എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞു ഇതൊരു കമ്പനിയുടെ ഒരു സ്ട്രാറ്റജിയാണ് ഈ പറഞ്ഞ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്.
സോ ഇതിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് വരുന്നു എന്നുള്ളത് നമുക്ക് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, ഓപ്പറേഷൻസ്, ഡിസ്ട്രിബ്യൂഷൻസ്, സർവീസ്, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ദ വാല്യൂ ചെയിൻ ഇൻ എ കമ്പനി. സോ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു കമ്പനിക്കകത്തുള്ള ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോ, അതെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഫിനാൻസ്, അക്കൗണ്ടിങ്, ഇൻഫർമേഷൻ ടെക്നോളജി, HR, ഹ്യൂമൻ റിസോഴ്സ്, ഇതെല്ലാം എന്താണ് ഈ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടാണ് വരുന്നത്. So the first one, that is value chain. The value chain begins with the new product development which creates specifications for the product. സോ നമ്മൾ ഈ ഒരു വാല്യൂ ചെയിൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അതെന്താണ്, അതിൻ്റെ നീഡ് എന്താണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് മാർക്കറ്റിംഗ് and sales generate the demand by publicizing the customer priorities that the products and services will satisfy. So ഇതിൻ്റെ മാർക്കറ്റിംഗ് എന്തുമാത്രം നമ്മൾ ചെയ്യണം. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് അടുത്ത സ്റ്റേജ്. ഈ മാർക്കറ്റിംഗ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് കസ്റ്റമറിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. യൂസിങ് ന്യൂ പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻസ്, ഓപ്പറേഷൻസ് ട്രാൻസ്ഫോംസ് ഇൻപുട്സ് ടു ഔട്ട്പുട്ട്സ് ആൻഡ് ടു ക്രിയേറ്റ് ദാറ്റ് പ്രോഡക്റ്റ്. ആൻഡ് സർവീസ്, ഇത് മാർക്കറ്റിലെത്തിക്കഴിഞ്ഞാൽ സർവീസ് ഉണ്ട്, റിക്വസ്റ്റ് ഫോർ ദ ആഫ്റ്റർ സെയിൽ സർവീസ്. സോ അത് കറക്റ്റായിട്ട് പെർഫോം ചെയ്യണം. ഇതെല്ലാം ഏതൊക്കെയാണ്? ഫിനാൻസ്, അക്കൗണ്ടിങ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതെല്ലാം ഒരു കോമ്പിനേഷനിൽ നമ്മൾ ഫോം ചെയ്ത് ഒരു യുണൈറ്റഡ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ. ദ സെക്കൻഡ് വൺ, ISCM, ഇൻറ്റേർണൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. In this, the macro process aims to fulfill the demand generated by the CRM process in a timely manner and at the lowest possible cost. സോ ഈ ISCM എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കസ്റ്റമറിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ആര് വഴി മനസ്സിലാക്കി? CRM വഴി മനസ്സിലാക്കി. അതിനി എന്ത് ചെയ്യണം? ഈ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എത്തിച്ച് ഈ പറഞ്ഞത് അത്രയും ഡിമാൻഡ് കറക്റ്റ് ടൈമിന് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താ ചെയ്യേണ്ടേ? ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ എത്രയാണ് ഡിമാൻഡ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ യൂണിറ്റിനെ കൊണ്ട് അത്രയും പ്രൊഡക്ഷൻ ചെയ്യിപ്പിച്ച് എക്സാക്റ്റ് ടൈമിന് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണം. സോ this process include the planning of internal production and storage capacity, preparation of demand and supply plans and fulfillment of the actual and sales strategy le cheyyunnathu. And the last one, that is supply chain strategy. Supply chain strategy le determines the nature of procurement of raw materials, transportation of materials, and to form the company, manufacture to product or operation to provide the service and distribution of the product to the customer, along with any follow-up service and specification of whether this process will be performed in-house or outsourced. So supply chain strategy എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി എന്താണെന്നുള്ള ഡിഫൈൻ ചെയ്തു. ഈ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിനെ നിലം പരിശാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്ത് അത് മാർക്കറ്റ് കീഴടക്കണം എന്നുള്ളതാണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി. സോ ഈ പറഞ്ഞ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജിയിൽ നമുക്ക് എന്തൊക്കെ ഇൻറ്റേർണലായിട്ട് കമ്പനിയുടെ ഇൻറ്റേർണലായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജിയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് നമ്മൾ എന്ത് സപ്പോർട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ടീമിന് കൊടുക്കേണ്ടത്, ഈ പറഞ്ഞ കസ്റ്റമർ റിലേഷൻഷിപ്പ് ടീമിൽ നിന്നും ബാക്കിയുള്ളതിൽ നിന്ന് കിട്ടുന്ന എന്ത് സപ്പോർട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ടീമിന് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു കോമ്പിനേഷൻ സെറ്റ് ഓഫ് സ്ട്രാറ്റജീസാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എയിം ചെയ്ത കാര്യം നമ്മൾ എങ്ങനെ അച്ചീവ് ചെയ്യും, അതിൻ്റെ അകത്ത് മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ്, നമുക്ക് എത്ര സെറ്റ് ഓഫ് ഓർഡർ കിട്ടി, അവിടെ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ് എത്ര വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യണം. സോ ഇവിടെ വരുമ്പോഴത്തേക്കും മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻട്രി ബേസ്ഡ്, ട്രാൻസ്പോർട്ടിംഗ് ബേസ്ഡ്, ഓപ്പറേറ്റിംഗ് ഫെസിലിറ്റീസ് ബേസ്ഡ് ആൻഡ് ഇൻഫോർമേഷൻ ഫ്ലോസ്, ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നാണ് ഈ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി വരുന്നത്. ഓക്കെ,
അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്കകത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരു കൂട്ടായ രീതിയിൽ പരിശ്രമിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി ഒരു നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതാണ് ആദ്യം പറഞ്ഞ ആ വാല്യൂ ചെയിൻ. ഈ വാല്യൂ ചെയിനിൻ്റെ അകത്തുള്ള എല്ലാ ഫങ്ഷൻസും കറക്റ്റായിട്ട് ഇവിടെ കൂട്ടായ ഒരു പരിശ്രമം ആവശ്യമായിട്ട് വരികയാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആമസോൺസ് ഡിസിഷൻ ടു ബിൽഡ് വെയർ ഹൗസസ് ടു സ്റ്റോക്ക് സം പ്രോഡക്ട്സ് ആൻഡ് ടു കണ്ടിന്യൂ യൂസിങ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആസ് എ സോഴ്സ് ഓഫ് അതർ പ്രോഡക്ട്സ് ആൻഡ് പാർട്സ് ഫോർ ഇറ്റ്സ് സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി. സോ ആമസോൺ എന്നുള്ളൊരു കമ്പനി, അത് ഒരു ഓൺലൈനായിട്ട് നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അതിൻ്റെ വെയർ ഹൗസസ് ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ അത് തുറക്കാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ മാത്രമേ അവർക്ക് ഈ പറഞ്ഞ ബൾക്കായിട്ടുള്ള മെറ്റീരിയൽ സ്റ്റോറേജ് അവിടെ നടത്തി അവിടെ നിന്ന് ഈ പറഞ്ഞ ആൾക്കാർക്ക് ഓർഡർ വരുന്നതിനനുസരിച്ച്, അല്ലാതെ ഇത് ഡൽഹിയിൽ മാത്രം ഒരു വെയർ ഹൗസും തുടങ്ങി വെച്ച് ഇന്ത്യ മൊത്തം ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പുള്ള കാര്യമാണോ? ഇല്ല. കാര്യം അത്രയും സമയം അവിടെ എടുക്കുകയാണ്. സോ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ ആമസോൺ ഇന്ത്യയുടെ തന്നെ നാനാ ഭാഗങ്ങളിലായിട്ട് അവരുടെ വെയർ ഹൗസസ് സ്റ്റാർട്ട് ചെയ്ത്. ആൻഡ് സെക്കൻഡ് വൺ, ടൊയോട്ടോസ് ഡിസിഷൻ ടു ഹാവ് എ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഇൻ ഈച്ച് ഓഫ് ദ മേജർ മാർക്കറ്റ്സ് ആസ് എ പാർട്ട് ഓഫ് ദ സപ്ലൈ. ടൊയോട്ട എന്നുള്ളൊരു കമ്പനി ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്കും അവർ ചെയ്ത ഒരു കാര്യമാണ്, അവർ മേജർ മാർക്കറ്റ്സ് എവിടെയൊക്കെയാണോ അവിടെ എല്ലാം അവരുടെ ഒരു ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് സ്റ്റാർട്ടായിരുന്നു. സോ ഹൗ ടു അച്ചീവ് ദ സ്ട്രാറ്റജിക് ഫിറ്റ്. ഈ പറഞ്ഞ സ്ട്രാറ്റജിക് ഫിറ്റ് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഈ പറഞ്ഞ സ്ട്രാറ്റജിക് ഫിറ്റ് എപ്പോഴാണ് അച്ചീവ് ചെയ്യുന്നത്? സ്ട്രാറ്റജിക് ഫിറ്റ് requires that both competitive and supply chain strategies of a company have aligned the goals. അതായത് ഈ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജിയും ഈ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജിയും എന്നാണ് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നത്, ആ ഒരു ടൈമിനാണ് സ്ട്രാറ്റജിക് ഫിറ്റ് അച്ചീവ് ആയി എന്ന് പറയും. ഇറ്റ് റെഫേഴ്സ് ടു ദ കൺസിസ്റ്റൻസി ബിറ്റ്വീൻ ദ കസ്റ്റമർ പ്രയോറിറ്റീസ് that the competitive strategy hopes to satisfy and supply chain capabilities that supply chain strategy aims to build. For a company to achieve a strategic fit, it must accomplish the following. The competitive strategy of all functional strategies must fit together to form coordinated overall strategy. Each functional strategy must support other functional strategies and help a firm to reach the competitive strategy goal. Second one, the design of overall supply chain and the role of each stage must be aligned to support the supply chain strategy. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ടെന്നുള്ളത് പറഞ്ഞായിരുന്നു. ഒന്ന് കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജിയും ഒന്ന് സപ്ലൈ ചെയിൻ സ്ട്രാറ്റജിയും. ഈ രണ്ട് സ്ട്രാറ്റജീസും എപ്പോഴാണ് അച്ചീവ് ചെയ്യുന്നത്? ആ സമയത്താണ് നമുക്ക് ഈ പറഞ്ഞ അച്ചീവിങ് ദ സ്ട്രാറ്റജിക് ഫിറ്റ് എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? കസ്റ്റമർ പ്രയോറിറ്റീസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അത് നമ്മൾ എവിടെയാണ് മനസ്സിലാക്കുന്നത്? അത് ഈ പറഞ്ഞ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജീസിലാണ് മനസ്സിലാക്കുന്നത്. അതുവഴി കസ്റ്റമർ പ്രയോറിറ്റീസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് നമ്മൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രോഡക്റ്റിന് മാർക്കറ്റ് കീഴടക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ അങ്ങനെ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജീസ്, അതായത് ഇത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, കസ്റ്റമറിൻ്റെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് നമ്മൾ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു കമ്പനിയിലുള്ള ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ഒരു കൂട്ടായ പരിശ്രമത്തോടു കൂടി ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് നമ്മൾ മാർക്കറ്റിലെത്തിച്ച് അത് വിജയിക്കുമ്പോഴാണ് നമ്മളെന്തോ പറയുന്നത്, ഈ പറഞ്ഞ The second one, ISCM, Internal Supply Chain Management. In this, the macro process aims to fulfill the demand generated by the CRM process in a timely manner and at the lowest possible cost. സോ ഈ ISCM എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കസ്റ്റമറിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ആര് വഴി മനസ്സിലാക്കി? CRM വഴി മനസ്സിലാക്കി. അതിനി എന്ത് ചെയ്യണം? ഈ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എത്തിച്ച് ഈ പറഞ്ഞത് അത്രയും ഡിമാൻഡ് കറക്റ്റ് ടൈമിന് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താ ചെയ്യേണ്ടേ? ഈ പറഞ്ഞ രീതിയിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഹൗ ഈസ് സ്ട്രാറ്റജിക് ഫിറ്റ് ഈസ് അച്ചീവ്ഡ്? സോ ഫസ്റ്റ് സ്റ്റെപ്പ്, അണ്ടർസ്റ്റാൻഡിങ് ദ കസ്റ്റമർ ആൻഡ് സപ്ലൈ ചെയിൻ അൺസെർട്ടനിറ്റി. നമ്മൾ കസ്റ്റമറിൻ്റെയും സപ്ലൈ ചെയിൻ്റെ അൺസെർട്ടനിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. രണ്ടാമത്, അണ്ടർസ്റ്റാൻഡിങ് ദ സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിൻ, നമ്മുടെ സപ്ലൈ ചെയിൻ എങ്ങനെയാണ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് രീതി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ആഫ്റ്റർ ദാറ്റ് ഓൺലി വി ക്യാൻ ടേക്ക് ദ സ്റ്റെപ്സ് ടു അച്ചീവ് ദ സ്ട്രാറ്റജിക് ഫിറ്റ്. ഫസ്റ്റ് വൺ,
അണ്ടർസ്റ്റാൻഡിങ് ദ കസ്റ്റമർ ആൻഡ് സപ്ലൈ ചെയിൻ അൺസർട്ടനിറ്റി. അതായത് അതെങ്ങനെയൊക്കെയാണ്, അതിൻ്റെ അകത്തുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ക്വാണ്ടിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് നീഡഡ് ഇൻ ദ ഈച്ച് ലോട്ട്, റെസ്പോൺസീവ് ടൈം ദാറ്റ് ദ കസ്റ്റമേഴ്സ് വില്ലിംഗ് ടു ടോളറേറ്റ്, variety of product needed, service level required, price of the product, desired rate of innovation of the product. ഇതൊക്കെയാണ് ഈ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് ദ കസ്റ്റമർ ആൻഡ് സപ്ലൈ ചെയിൻ അൺസർട്ടനിറ്റിയിലെ ഭാഗം, ഓരോ പോയിന്റ്സ് വരുന്നത്. ക്വാണ്ടിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, ഓരോ പ്രോഡക്റ്റും എത്ര ക്വാണ്ടിറ്റി വെച്ചാണ് നമ്മൾ ഡെലിവറി ചെയ്യേണ്ടത്, എത്ര സമയം ആ കസ്റ്റമർ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം ആ കസ്റ്റമർ വെയിറ്റ് ചെയ്ത് നിൽക്കും, നമുക്ക് എത്ര ബ്രാൻഡ്, എത്ര ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്രോഡക്റ്റ് ഉണ്ട്, അതിന് എന്തുമാത്രം ഓർഡേഴ്സ് നമുക്ക് ലഭിക്കുന്നു, സർവീസ് ലെവൽ, നമുക്ക് ഏത് ലെവലിലുള്ള സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ റീജിയനിൽ നമുക്ക് സർവീസ് ലെവൽ പ്രൊവൈഡ് ചെയ്യാം, പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്, കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റും നമ്മുടെ പ്രോഡക്റ്റും തമ്മിൽ എന്തുമാത്രം പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്, ക്വാളിറ്റി ഡിഫറൻസ് ആയിട്ടാണ് വരുന്നത്. So the first one, that is value chain. The value chain begins with the new product development which creates specifications for the product. സോ നമ്മൾ ഈ ഒരു വാല്യൂ ചെയിൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അതെന്താണ്, അതിൻ്റെ നീഡ് എന്താണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് മാർക്കറ്റിംഗ് and sales generate the demand by publicizing the customer priorities that the products and services will satisfy. So ഇതിൻ്റെ മാർക്കറ്റിംഗ് എന്തുമാത്രം നമ്മൾ ചെയ്യണം. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് അടുത്ത സ്റ്റേജ്. ഈ മാർക്കറ്റിംഗ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് കസ്റ്റമറിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. യൂസിങ് ന്യൂ പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻസ്, ഓപ്പറേഷൻസ് ട്രാൻസ്ഫോംസ് ഇൻപുട്സ് ടു ഔട്ട്പുട്ട്സ് ആൻഡ് ടു ക്രിയേറ്റ് ദാറ്റ് പ്രോഡക്റ്റ്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എ ഫേം സപ്ലൈയിങ് ഓൺലി എമർജൻസി ഓർഡേഴ്സ് ഫോർ എ പ്രോഡക്റ്റ് വിൽ ഫേസ് ഹയർ ഇംപ്ലൈഡ് ഡിമാൻഡ് അൺസർട്ടനിറ്റി ദാൻ എ ഫേം ദാറ്റ് സപ്ലൈസ് ദ സെയിം പ്രോഡക്റ്റ് വിത്ത് എ ലോങ് ലീഡ് ടൈം. ആസ് എ സെക്കൻഡ് ഫേം ഹാസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഫുൾഫിൽ ദ ഓർഡേഴ്സ് ഈവൻലി ഓവർ എ ലോങ് ലീഡ് ടൈം. സോ നമുക്ക് രണ്ട് എ എന്നും ബി എന്നും പറഞ്ഞ് രണ്ട് ആൾക്കാരുണ്ട്. എ എന്നുള്ള ആൾക്കാർ എമർജൻസി ആയിട്ട് കിട്ടുന്ന ഓർഡേഴ്സ് മാത്രം ഫില്ല് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവരുടെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടാവത്തില്ല, അവരതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. പക്ഷേ ബി എന്നുള്ള ആൾക്കാർ ലോങ് ലീഡ് ടൈമിൽ അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എന്തുമാത്രം പ്രോഡക്റ്റ്സ് അവർ മാർക്കറ്റിലേക്ക് ഇറക്കണം, എന്തുമാത്രം ഓർഡർ കറക്റ്റായിട്ട് അവർക്ക് റിപ്ലനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏതൊരാളും എപ്പോഴും ബി എന്നുള്ള ഒരാളുടെ അടുത്ത് പോയായിരിക്കും ഓർഡർ ചെയ്യുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ടാബുലർ കോളം പറയുകയാണ്. സോ കസ്റ്റമർ നീഡും ആൻഡ് ഇറ്റ്സ് കോസസ് ഇംപ്ലൈഡ് ഡിമാൻഡ് അൺസർട്ടനിറ്റി. ഈ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഡിമാൻഡിൻ്റെ അൺസർട്ടനിറ്റി എന്തിനെ ബേസ്, കസ്റ്റമറിൻ്റെ നീഡ് എങ്ങനെ ബേസ് ചെയ്ത് നമുക്കത് നോക്കാം. കസ്റ്റമർ നീഡ് എന്ന് പറയുമ്പോഴത്തേക്കും റേഞ്ച് ഓഫ് ക്വാളിറ്റി ഇൻക്രീസസ്, ദാറ്റ് ഈസ് വൈഡർ റേഞ്ച് ഓഫ് ക്വാളിറ്റി ഇംപ്ലൈസ് ഗ്രേറ്റർ വേരിയൻസ് ഇൻ ഡിമാൻഡ്. അതായത് എന്തുമാത്രം റേഞ്ച് നമുക്ക് പ്രോഡക്റ്റിൻ്റെ റേഞ്ചസ് ഉണ്ട്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയാം. അതിന് വളരെ മനോഹരമായിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമ്മുടെ ടാറ്റയുടെ കാർസും അതേസമയം ഹോണ്ടയുടെ കാർസും. ഈ പറഞ്ഞ ടാറ്റയുടെ കാർസിനാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ സെഡാൻ എടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് 2-3 മോഡൽ വരുന്നുണ്ട്. ഹാച്ച് ബാക്ക് വരാണെങ്കിൽ അവർക്ക് അതിനും 2-3 മോഡൽ അവർ ഒരുപാട് മോഡലാണ് അവർ ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഹോണ്ടയുടെ കാർ എടുക്കുകയാണെങ്കിൽ സെഡാൻ 10 ലക്ഷത്തിൻ്റെ താഴെ ഒരെണ്ണം, 15 ലക്ഷത്തിൽ ഒരെണ്ണം, അവർക്ക് അങ്ങനെ വരുന്നുള്ളൂ പ്രോഡക്റ്റ്സ് വരുമ്പോഴത്തേക്ക്. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരുപാട് പ്രോഡക്റ്റ്സ് കൊണ്ട് കസ്റ്റമറിനെ കൺഫ്യൂസിങ് ആക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ഇതും നമുക്ക് എന്താണ് കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ലീഡ് ടൈം ഡിക്രീസസ്. ലീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാനായിട്ട് റിപ്ലനിഷ് ചെയ്യാനായിട്ടുള്ള ടൈം. സോ ലെസ് ടൈം ടു റിയാക്ട് ടു ദ ഓർഡേഴ്സ്. ലീഡ് ടൈംസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ, ഒരു കസ്റ്റമർ വന്ന് 5 ദിവസത്തിനുള്ളിൽ ഇയാൾക്ക് ഈ ഓർഡർ പ്ലേസ് ചെയ്ത് വരണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് 5 ദിവസത്തിൻ്റെ അകത്ത് ആ സാധനം നമ്മൾ ഡെലിവറി ചെയ്യണം. അതായത് നമുക്ക് ആ ഓർഡർ റിസീവ് ചെയ്ത് അത് കറക്റ്റായിട്ട് റിപ്ലനിഷ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം, അതായത് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് അവിടെ കുറയുകയാണ്.
variety of product required increases. Demand per product becomes more disaggregated. അതായത് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം. നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ കയ്യിൽ 3 പ്രോഡക്റ്റേ ഉള്ളൂ. നമുക്ക് ആ 3 പ്രോഡക്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ കയ്യിൽ 10 പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊന്നാണ്, നമ്മൾ ആ 10 പ്രോഡക്റ്റിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. നമ്പർ ഓഫ് ചാനൽസ് ഇൻക്രീസസ്. നമ്പർ ഓഫ് ചാനൽസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കസ്റ്റമർ ഡിമാൻഡ് ഈസ് നൗ ഡിസഗ്രിഗേറ്റഡ് ഓവർ ദ മോർ ചാനൽസ്. നമുക്ക് എവിടെ എന്തുമാത്രം ഡെലിവറി ചെയ്യേണ്ടി വരും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. സോ ഇതൊക്കെയാണ് ഈ പറഞ്ഞ കസ്റ്റമർ നീഡ്സും ഡിമാൻഡ് അൺസർട്ടനിറ്റി, കസ്റ്റമറിൻ്റെ നീഡിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് ഡിമാൻഡ് അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് പറയുന്നത്. സെക്കൻഡ് വൺ, അണ്ടർസ്റ്റാൻഡിങ് ദ സപ്ലൈ ചെയിൻ കേപ്പബിലിറ്റീസ്. ദാറ്റ് ഈസ് നമ്മുടെ സപ്ലൈ ചെയിൻ കേപ്പബിലിറ്റീസ് എങ്ങനെയാണ്, എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് വൺ, സപ്ലൈ ചെയിൻ റെസ്പോൺസീവ്നെസ് ഇൻക്ലൂഡ്സ് എ സപ്ലൈ ചെയിൻസ് എബിലിറ്റി ടു ഡു ദ ഫോളോയിങ്. ദാറ്റ് ഈസ് ടു റെസ്പോണ്ട് ടു വൈഡ് റേഞ്ചസ് ഓഫ് ക്വാണ്ടിറ്റീസ് ഇൻ ഡിമാൻഡഡ്, meet short lead times, handle the large variety of products, build highly innovative products, meet a high service level, handling uncertainty. സോ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്. സോ ടു റെസ്പോണ്ട് ടു വൈഡർ റേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ഡിമാൻഡഡ്, കപ്പാസിറ്റീസ് മസ്റ്റ് ബി ഇൻക്രീസ്ഡ്, വിച്ച് ഇൻക്രീസസ് ദ കോസ്റ്റ്. ദിസ് ഇൻക്രീസ് ദ കോസ്റ്റ് ലീഡ്സ് ടു ദ സെക്കൻഡ് ഡെഫിനിഷൻ. Okay, that is supply chain efficiency is the inverse of cost making, delivering and product to the customer. Increases the low cost of lower efficiency and ഇതൊക്കെയാണ് സപ്ലൈ ചെയിൻ എഫിഷ്യൻസിനെ ബേസ് ചെയ്ത് വരുന്നത്. ഒരു ഗ്രാഫ് വരയ്ക്കാം നമുക്ക്. റെസ്പോൺസീവ്നെസ്സും കോസ്റ്റിനെയും ബേസ് ചെയ്തിട്ടൊരു ഗ്രാഫാണ്. ഓക്കെ, ഹൈ റെസ്പോൺസീവ്നെസ് ആണെന്നുണ്ടെങ്കിൽ ഹൈ റെസ്പോൺസീവ്നെസ്സും ഹൈ കോസ്റ്റുമാണ് ഉണ്ടാകുന്നത്. ലോ റെസ്പോൺസീവ്നെസ് ആണെങ്കിൽ നമുക്ക് ലോ ആയിട്ടാണ് വരുന്നത്. സോ ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് വാല്യൂ ചെയിൻ. ദ വാല്യൂ ചെയിൻ ബിഗിൻസ് വിത്ത് ദ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് വിച്ച് ക്രിയേറ്റ്സ് സ്പെസിഫിക്കേഷൻസ് ഫോർ ദ പ്രോഡക്റ്റ്. സോ നമ്മൾ ഈ ഒരു വാല്യൂ ചെയിൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അതെന്താണ്, അതിൻ്റെ നീഡ് എന്താണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. And marketing and sales generate the demand by publicizing the customer priorities that the products and services will satisfy. So ഇതിൻ്റെ മാർക്കറ്റിംഗ് എന്തുമാത്രം നമ്മൾ ചെയ്യണം. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് അടുത്ത സ്റ്റേജ്. ഈ മാർക്കറ്റിംഗ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് കസ്റ്റമറിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. യൂസിങ് ന്യൂ പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻസ്, ഓപ്പറേഷൻസ് ട്രാൻസ്ഫോംസ് ഇൻപുട്സ് ടു ഔട്ട്പുട്ട്സ് ആൻഡ് ടു ക്രിയേറ്റ് ദാറ്റ് പ്രോഡക്റ്റ്. സോ ഇത് രണ്ടും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അച്ചീവിങ് ദ സ്ട്രാറ്റജിക് ഫിറ്റ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ് ഓഫ് അച്ചീവിങ് സ്ട്രാറ്റജിക് ഫിറ്റ് ഈസ് ടു മാച്ച് ദ സപ്ലൈ ചെയിൻ റെസ്പോൺസിബിലിറ്റീസ് വിത്ത് ഇംപ്ലൈഡ് അൺസർട്ടനിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് ഈ പറഞ്ഞ അൺസർട്ടനിറ്റിയെ ഓവർകം ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഡിമാൻഡും സപ്ലൈയും എല്ലാം കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞ സ്ട്രാറ്റജിക് ഫിറ്റ് അച്ചീവ് ആയി എന്നുള്ളത് പറയുന്നത്. ദ സപ്ലൈ ചെയിൻ ഡിസൈൻ ആൻഡ് ഫങ്ഷണൽ സ്ട്രാറ്റജീസ് with the firm must also support the supply chain's levels of responsiveness. സോ ഇതിൻ്റെ ഒരു ഗ്രാഫാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, റെസ്പോൺസീവ് സപ്ലൈ ചെയിൻ ഉണ്ട്, റെസ്പോൺസീവ് സ്പെക്ട്ര ആൻഡ് എഫിഷ്യൻറ്റ് സപ്ലൈ ചെയിൻ. എഫിഷ്യൻറ്റ് സപ്ലൈ ചെയിൻ സേർട്ടൺ ഡിമാൻഡ് സേർട്ടൺ ആണ്. ഡിമാൻഡ് സേർട്ടൺ ആകുമ്പോഴത്തേക്കും നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സപ്ലൈ ചെയിൻ അവിടെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അൺസർട്ടനിറ്റി കൂടി വരുമ്പോഴത്തേക്കും റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിനാണ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് എഫിഷ്യൻ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്ലൈ ചെയിനെയാണ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നത്. So challenges to achieving them and maintaining the strategic fit, that is increasing variety of products. Strategic fit achieve ചെയ്യാൻ challenges എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. So increasing variety of products, decreasing the product life cycles, globalization,
fragmentation of supply chain ownership, changing technology and business environment and sustainability, difficulty in executing the new strategies. So ഇതൊക്കെയാണ് challenges ആയിട്ട് നമുക്ക് പറയുന്നത്. ഒരു സ്ട്രാറ്റജിക് ഫിറ്റ് അച്ചീവ് ചെയ്യാൻ ഈ പ്രോഡക്റ്റ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ എന്താണ് ഒരു പ്രോഡക്റ്റിന് എത്രയാണ് നമുക്ക് സപ്ലൈയിങ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തുവാ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അവിടെ അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യാൻ. സോ ഡിക്രീസിങ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണെന്നുള്ള അടുത്തൊരു സ്ലൈഡിൽ ഞാൻ പറയാം. ഗ്ലോബലൈസേഷൻ, ഇതൊക്കെയാണ് നമുക്ക് ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അറൗണ്ട് ദ വേൾഡ് നമുക്ക് സപ്ലൈ ചെയിൻ കറക്റ്റായിട്ട് കൊണ്ടുപോകേണ്ടി വരുന്നു. കൂടുതൽ പോയിന്റ്സിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ പറയാം, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു, ദാറ്റ് ഈസ് കോൾഡ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് ഗ്രോത്ത് സ്റ്റേജ് വരുന്നു, മെച്യൂരിറ്റി സ്റ്റേജ്, ഡിക്ലൈൻ സ്റ്റേജ്. ഏതൊരു പ്രോഡക്റ്റും ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ വളരെ കുറച്ച് പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് സെല്ല് ചെയ്യേണ്ടി വരുന്നത്. ഗ്രോത്ത് സ്റ്റേജ് വരുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ നമുക്ക് ആൾക്കാർ കണ്ടും കേട്ടും അറിഞ്ഞ് അത് വാങ്ങി തുടങ്ങുന്നത്. ആ സമയത്ത് നമുക്ക് കൂടുതൽ സാധനം നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ടി വരുന്നു. അതനുസരിച്ചുള്ള പ്രൊക്യൂർമെൻറ്റ് നമ്മൾ അവിടെ കമ്പനിയിൽ നടത്തണം. മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂരിറ്റി എല്ലാം ഫുള്ളി സാച്ചുറേറ്റഡ് ആയി. ആ ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പ്രോഡക്റ്റിൽ കൂടുതലായിട്ടുള്ളൊരു ഇത് ചെയ്യേണ്ടി വരത്തില്ല. അത് കഴിഞ്ഞ് ഡിക്ലൈൻ സ്റ്റേജ് തുടങ്ങും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാരുതിയുടെ കാർ വെച്ച് തന്നെ പറയാം. 800 എന്നുള്ളൊരു കാർ, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, അത് ഗ്രോത്ത് സ്റ്റേജായി, മെച്യൂരിറ്റി ആയി കഴിഞ്ഞപ്പോൾ അത് ഡിക്ലൈൻ ആയി. അപ്പോൾ അവർ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചു. അത് കഴിഞ്ഞിട്ട് അവരെന്താ ചെയ്തത്, അതിൻ്റെ ഒരു പ്രോഡക്റ്റ് എക്സ്റ്റൻഷൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രോഡക്റ്റിൽ തന്നെ വേറെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പുതിയൊരു പ്രോഡക്റ്റായിട്ട് അവർ ലോഞ്ച് ചെയ്തു. സോ ഇതാണ് ഈ പറഞ്ഞ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ചുരുക്കത്തിൽ പറഞ്ഞതാണ് കാര്യം. ഇത് നമ്മുടെ അൺസർട്ടനിറ്റിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. താങ്ക് യു. സീ യു ഇൻ മൈ നെക്സ്റ്റ് ക്ലാസ്.